തോമിച്ച മേരി, ഓ മനസ്സമ്മതം തിങ്കളാഴ്ച തന്നെ നടത്തണമെന്നാ ചെക്കൻ്റെ വീട്ടുകാർ പറയണത്. അല്ലാന്ന് വെച്ചാ അവൻ വേറെ പെണ്ണിനെ കിട്ടും. എന്നിട്ട് ഇച്ചേൻ എന്നാ പറഞ്ഞു? ഞാനൊന്നും വേണ്ടിയില്ല. തിങ്കളാഴ്ച തന്നെ മനസ്സമ്മതം നടത്താന്ന് ഇച്ചായൻ അവരെ അറിയിക്കേ. നമ്മുടെ കുടിയിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ 4 ആളെ കൂട്ടണ്ടേ മേരി? ഉടനെ എന്ന് പറയുമ്പോൾ ഈ തൊമ്മിച്ചനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കർത്താവ് നമുക്ക് അതിനുള്ള വഴി കാണിച്ചു തരാതിരിക്കില്ല. തൊമ്മിച്ച സമാധാനമായിട്ടിരിക്കേ. അമ്മച്ചി, 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 അമ്മച്ചി. ആരാടി നിന്റെ അമ്മച്ചി? നിലത്ത് വയ്ക്കാതെ വളർത്തിയതാ എന്റെ കൊച്ചിനെ. അവനെ കണ്ട മൂരിയുടെയും പോത്തിന്റെയും മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെയൊന്നും പറയല്ലേ അമ്മച്ചി. ഒന്നും എന്റെ അറിവോടെ ആയിരുന്നില്ല. എന്റെ അപ്പൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇവിടെ നിന്റെ ക്ഷമാപണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും തരം താണ കുടുംബത്തിൽ നിന്ന് നിന്നെ പോലെ വൃത്തികെട്ട ഒരു പെണ്ണിനെ എന്റെ മോനെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കൊന്ന് ബെന്നിയെ കാണണം അമ്മച്ചി. എന്തിനു ബെന്നിയെ കാണണേ? എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളതാ എന്റെ അമ്മച്ചി നിന്നോട് പറഞ്ഞത്. മോനെ 10 100 ഉണ്ടെങ്കിൽ ഇങ്ങെടുത്തേ. കൊടുത്തുവിടും. ഇവന്റെ കൂടെ കുറച്ചു ദിവസം ചുറ്റി നടന്നതല്ലേ. അവന്റെ ഭാഗത്തു നിന്ന് വല്ല പാകപ്പിഴയും വന്നിട്ടുണ്ടെങ്കിലേ തൽക്കാലം ഇരു ചെവി അറിയാതെ അതങ്ങ് കഴുകി കളഞ്ഞേരെ. എന്നാ കൊണ്ടുപോ. പാടാ മോനെ, ഓരോന്ന് കാശുണ്ടാക്കാൻ നടക്കണു. ഞാൻ ചീത്തയല്ല. ആലീസ് ചീത്തയായിട്ടില്ല. എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളതാ എന്റെ അമ്മച്ചി നിന്നോട് പറഞ്ഞത്. അവന്റെ ഭാഗത്തു നിന്ന് വല്ല പാകപ്പിഴയും വന്നിട്ടുണ്ടെങ്കിലേ തൽക്കാലം ഇരു ചെവി അറിയാതെ അതങ്ങ് കഴുകി കളഞ്ഞേരെ. എടാ ജോബി, നിന്റെ അമ്മച്ചിയെ സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ അനുവദിക്കും. ന്യായമായ കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നത്. എവിടുത്തെ ന്യായടാ? നിന്റെ അപ്പൻ മാത്തച്ഛൻ്റെ സ്വത്തുക്കൾ ഓരോന്നോരോന്നായി കൈവശപ്പെടുത്തി അയാളെ അവസാനിപ്പിച്ചു. ഇപ്പം നീ വളഞ്ഞ വഴിയില്ല. എടാ മോനെ, നീ എത്ര ശ്രമിച്ചാലും അന്നാമ്മച്ചടത്തിയുടെ 1 ഇഞ്ച് ഭൂമി പോലും നിനക്ക് കിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ് സാമ്രാജ്യം, പേര്, പ്രശസ്തി, സ്റ്റാറ്റസ്, ഒലക്കയുടെ മൂഡ്. എടാ, നിനക്ക് ജന്മം നൽകി ഇത്ര വലുതാക്കിയ അവർക്കൊരു സ്ഥാനവും ഇല്ലെന്നോ? കഷ്ടം. കർത്താവേ, അമ്മ ചത്ത് കട്ടിലൊഴിയാൻ നിൽക്കുന്ന ഇത്തരം മക്കളെ നേർവഴിക്ക് നയിക്കേണേ. അച്ഛന്റെ ഈ വേദാന്തം കേട്ട് മടുത്തു. എടാ, ഒരു വൈദികന് വേദോപദേശമല്ലാതെ മറ്റെന്താടാ കൈമുതലായുള്ളത്? അച്ഛനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നാ ചെയ്യാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ. നീ പോയി ചെയ്യേ. എന്റെ അമ്മച്ചിയെ മുടി എന്തോരാ പൊഴിയണേ നോക്കിയേ. പൊഴിയാതിരുന്നിട്ട് എന്ത് കാര്യാടി മോളെ? മേലോട്ടെടുക്കുമ്പോ പറയുവോ, അന്നാമ്മേ നിന്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോയല്ലോ, അതുകൊണ്ട് സ്വർഗരാജ്യം നിനക്കുള്ളതല്ല, അങ്ങനെ വല്ലോ ഉണ്ടോടി ത്രേസ്യേ? ഒന്ന് പോ അമ്മച്ചി. എടി, ഒരു കാലത്തെ പനങ്കുല പോലെ ആയിരുന്നു എന്റെ മുടി. ദാ ഇത്രടം, അറിയോ? ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളി വിട്ടു വന്നു കഴിഞ്ഞാൽ 4 പാമര ഇട്ട് കാച്ചിയ എണ്ണ തേച്ചൊരു നീരാട്ട്. മാമച്ചൻ അതൊരു നിർബന്ധമായിരുന്നു. എന്നിച്ചയനെ അതിന്റെ ഗന്ധം ഇച്ചായന് ഹരമായിരുന്നു. 4 എണ്ണം വീശി കിഴക്കൻ പുകയിലേയും കൂട്ടി മുറുക്കി എന്റെ അന്തപുരത്തിലേക്കുള്ള വരവ് അരങ്ങ് തന്നെയായിരുന്നു. അങ്ങനെ ഒരു കാലം. ഹിന്ദുസ്ഥാനി സംഗീതം ഹരമായിരുന്നു എന്റെ മാമച്ചന്. എന്നെ സംഗീതവും നൃത്തവും പഠിപ്പിച്ചു. മാമച്ചന്റെ കാലം കഴിഞ്ഞപ്പോ ഞാൻ അഴിച്ചു വെച്ചതായി ചിലങ്കകൾ. പിന്നെ ഇത് ശബ്ദിച്ചിട്ടില്ല. അമ്മച്ചിക്ക് ഈ ചിലങ്കകൾ ഒരിക്കൽ കൂടി കെട്ടി ആടിക്കൂടെ? അയ്യോ, ഈ ത്രേസിക്കൊന്ന് കാണാനാ. ഇനി എനിക്കതിന് കഴിയില്ല മോളെ. അമ്മച്ചി പറയാറില്ലേ ത്രേസി എന്റെ മകളാണെന്ന്?
ഈ മകൾ അമ്മച്ചിയുടെ യാചിക്കുകയാണെന്ന് കരുതിയാ മതി. ചെയ്യാം, എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം. അമ്മച്ചി, 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 അമ്മച്ചി. ഈശോ മറിയം യോസേപ്പേ, ഈ ദാസിയുടെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അങ്ങയുടെ സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ ഇവൾക്കായി തുറക്കണമേ. ഇവൾ ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടറിവ് കൂടാതെയും ഇവൾ ചെയ്ത പാപങ്ങൾ പുറക്കണമേ. അങ്ങേ മാലാഖമാരുടെ ഗണത്തിൽ ഇവളെയും ഒരു കുഴിക്ക് വേണ്ടി ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അന്നമ്മച്ചിക്ക് വേണ്ടി ഒരു കുഴി എന്ന് പറയുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല ജോബി. എനിക്ക് വിഷമില്ലെന്നാണോ? അമ്മച്ചിയുടെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. തുമ്മിച്ച, അമ്മച്ചിക്കുള്ള കുഴി നീ എത്രയും പെട്ടെന്ന് ഒരുക്കണം. അമ്മച്ചി ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ശ്വാസം വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം. നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ ആ വെന്റിലേറ്റർ എടുത്ത് മാറ്റും. പിന്നെ അമ്മച്ചിയുടേത് ഒരു ശവശരീരം മാത്രം. രാവിലെ തന്നെ അന്ത്യകർമ്മങ്ങൾ തുടങ്ങാം. വൈകുന്നേരത്തെ വിമാനത്തിൽ എനിക്ക് ജർമ്മനിക്ക് പോകേണ്ടതാ. നിനക്ക് വേണ്ടുവോളം പണം ഈ ജോബി തരൂടാ. ഇതിരിക്കട്ടെ, ഇതൊത്തിരി ഉണ്ടല്ലോടാ. എൻ്റെ ഒരു സന്തോഷത്തിനാന്ന് കൂട്ടിയാൽ മതി. എത്രയും വേഗം കുഴിവെട്ട് തുടങ്ങി. നീ ചെല്ല്. കാത്തിരുന്ന് കൊച്ചിന് വെള്ളിക്കൊലിച്ച് കിട്ടാനുള്ള യോഗം വന്നു. നാളെ ഇതും കെട്ടി സ്കൂളിലൊന്ന് വരസണം. ആയിക്കോട്ടെ, മോളിങ് വാ, അപ്പം കെട്ടിത്തരാം. സന്തോഷമായി അപ്പച്ച, എനിക്ക് സന്തോഷമായി. ഞാൻ ഇനി ഇത് ഒരിക്കലും കാലിൽ നയിക്കേയില്ല. വേണ്ട, മക്കളെ കാലിന്ന് ദഹിക്കേ വേണ്ട. സന്തോഷായല്ലോ മുത്തിന്. അപ്പനത് മതി. ഞാൻ ഈ വെള്ളിക്കൊലിച്ച് ഇച്ചേച്ചി ഒന്ന് കാണിക്കട്ടെ. ഇച്ചേച്ചിക്ക് കുശുമ്പാവും. അതെന്നാത്തിനാ? അന്നമ്മച്ചി കഴിഞ്ഞ മട്ട അയ്യോ, കുഴിവിട്ടുടനെ തുടങ്ങണം. എന്റെ മാതാവേ, നാളത്തെ കഴിഞ്ഞ കൊച്ചിന്റെ മനസ്സമ്മത ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തൊമ്മിച്ച. ദാ ഇത് വെച്ചോളൂ, ജോബി തന്നതാ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. കർത്താവേ. അമ്മച്ചി എങ്ങനെയുണ്ട്? അപ്പച്ച പോവാ. ആ, പോവാം. ജോസൂട്ടി, ഞാൻ പോവാണേ. സൂക്ഷിച്ചു പോണേ. ഇന്നത്തെ നിലാവിനെ ഒത്തിരി ഭംഗിയുണ്ട് അല്ലേ അപ്പച്ച? അതെ, എന്നാലും എൻ്റെ മുത്തിന്റെ ചിരിയോളം വരില്ല. വെള്ളിക്കുലസ് കിട്ടിയപ്പം മുത്തിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു. ഞാനൊന്ന് കാണട്ടെ. ആ, ഇനി നിന്റെ ചേച്ചിക്ക് കൂടി ഒന്ന് മേടിച്ചു കൊടുക്കണം. ജോസൂട്ടിക്ക് ഒരു കടുക്കൻ. എന്തേ? നിന്നോടുള്ള എൻ്റെ പ്രണയം അനശ്വരമാണ്. എൻ്റെ അമ്മച്ചിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരിക്കും. എപ്പോഴാ പെണ്ണ് വെച്ച് വരേണ്ടെന്ന കാര്യം പറഞ്ഞാൽ മതി. എന്നാ കൊണ്ടുപോ. തൽക്കാലം ഇരി ചെവി അറിയാതെ അതങ്ങ് കഴുകി കളഞ്ഞേരെ.
ഓരോന്ന് കാശുണ്ടാക്കാൻ നടക്കണം. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി. ഭൂമിയിളകി പാറകൾ പിളർന്നു. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ടു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനാണെന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥനയിൽ അമ്മച്ചി എഴുന്നേപ്പിക്കാൻ നോക്കല്ലേ. അവര് സ്വസ്ഥമായിട്ടൊന്ന് മരിച്ചോട്ടെ. എന്താടാ ജോബി തന്നു. എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്. അത് പൂർത്തിയാവുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. നീ എന്ത് കണ്ടിട്ടാണ് നകളിക്കുന്ന കട്ടിക്കഴിവരുടെ മോനെ? സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ നോക്കൂല. ഓപ്പൺ ചെയ്യലടാ പുല്ലേ. അവിടെ കിടക്കുന്ന അണ്ണാമാരാന്നറിയാമോ? നിന്റെ ഫോസ്റ്റർ വളർത്തമ്മ. അപ്പോ ഞാൻ അതെ, റെയിൽവേ ട്രാക്കിൽ ആരോ ഉപേക്ഷിച്ചു പോയൊരു ചോരക്കുഞ്ഞിനെ തെരുവ് നായ്ക്കൾ കടിച്ചു കയറി മുമ്പ് എൻ്റെ കൈ കിട്ടി. എൻ്റെ അനാഥാലയത്തിൽ മറ്റു കുട്ടികളോടൊപ്പം ഈ ഉള്ളം കയ്യിലിട്ട് നിന്നെ വളർത്തി. കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് ഉറപ്പായപ്പോൾ അന്നാമ്മ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ എന്നെ സമീപിച്ചു. ആ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളാണ് നീ വേലക്കാരി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ത്രേസ്യാമ്മയും. അവർ നിങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വളർത്തി. ആൺകുട്ടിയായ നിന്നെ അമിത ലാളന കൊടുത്ത് വഷളാക്കി. വലുതായപ്പോൾ നിന്റെ തല തിരിഞ്ഞു പോയി. അവരോടുള്ള നിന്റെ സമീപനത്തിൽ മനംനൊന്ത് പലപ്പോഴും നീ ആരാണെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചതാ. അപ്പോഴൊക്കെ ആ സ്ത്രീ അതിന് തടസ്സം നിന്നു. അത്ര വലിയ മനസ്സാണ് അവരുടേത്. നീ അവരോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾക്ക് അവരുടെ കാക്ക വീണ് മാപ്പ് ചോദിക്കടാ. ഓയ് മാപ്പ് ചോദിക്കടാ കുർത്ത കിട്ടവനെ. എല്ലാം ഞാൻ കേട്ടു ചോദിച്ച. ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നിനക്ക് എന്നോടൊന്നും പറയായിരുന്നില്ലേ? നിന്നെ ഞാൻ ഒത്തിരി ദ്രോഹിച്ചു. എന്നാ ചോദിച്ച? എല്ലാം എന്റെ അറിയില്ലായ്മ കൊണ്ട് ഈ മനസ്സ് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ മനസ്സ് തുറന്ന് അമ്മച്ചിനൊന്ന് വിളിച്ചോട്ടെ. അമ്മച്ചി, അമ്മച്ചി ക്ഷമിക്കുന്നു. ഞാൻ ചെയ്ത എല്ലാം തെറ്റ്. അമ്മച്ചി എന്നോട് പൊറുക്കണം. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദിസം മുങ്ങിക്കഴിഞ്ഞു. അപ്പച്ചാ, എന്താ മോളെ? നമ്മുടെ ആലീസ് പാവല്ലേ. ഇച്ചേച്ചക്ക് ഇഷ്ടമല്ലാത്ത കെട്ട് നമുക്ക് വേണ്ടപ്പച്ചാ. ഞാനും മനസ്സിൽ ഉറപ്പിച്ച കാര്യമുട്ടേ. നേരൊന്ന് വിളിക്കട്ടെ. കാഞ്ഞിരപ്പള്ളിക്കാരോട് മനസ്സമ്മതത്തിന് വരണ്ടാന്ന് ഞാൻ പറയും. സത്യമാണോ അപ്പച്ചാ? അതേന്ന്. ഇച്ചേച്ചിന്റെ കണ്ണീര് കാണാൻ കഴിയുന്നില്ല അപ്പച്ചാ. വേണ്ടെന്നേ. കുഴിയെടുപ്പ് കഴിയാറായോ അപ്പച്ചാ? അതാ ഇപ്പൊ കഴിയും. ഇന്നെന്തോ ഞാൻ ഇറങ്ങിയപ്പോ ജോസൂട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ആണാ? എന്നെ കാണാതെ ജോസൂട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല.
എനിക്കും അങ്ങനെ തന്നെ ആന്നേ. ആ ഒത്തിരി നേരമായി അപ്പച്ച, എനിക്ക് വീട്ടിൽ പോണം. നിക്കുമത്തെ കുഴിവിട്ട് കഴിഞ്ഞുന്നേ. എനിക്ക് പോണം അപ്പച്ച. എന്നാ മോള് പോയിക്കോ. മോള് റാന്തലെടുത്തോ. ഞാൻ പോണേ. സൂക്ഷിച്ചു പോണേ. ആലിസേ, ആലിസേ.